Hi dears, welcome to a Dream BCom online class, and today we are discussing BRL 101 Overview of Retailing. പുതിയൊരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. BRL 101 Overview of Retailing. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് റീറ്റെയിൽ സിനാരിയോ. സെല്ലിങ്ങുമായി റിലേറ്റഡ് ആയി അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് കൊമേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് പരിചയമുള്ള ഒരു ടേമാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം അതിൻ്റെ ഉൽപാദകനിൽ നിന്ന് യഥാർത്ഥ ഉപഭോക്താവിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഇടയിൽ ഒരുപാട് ഇന്റർമീഡിയറീസ് അല്ലെങ്കിൽ ഒരുപാട് ഏജൻസ് വർക്ക് ചെയ്യാറുണ്ട്. ആ കണക്റ്റിംഗ് ലിങ്കുകളെയാണ് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, വിതരണ ശൃംഖല. അതായത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ, ഇപ്പൊ ഞാൻ ഈ ഉപയോഗിക്കുന്ന മാർക്കർ പേന ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ആയിക്കോട്ടെ, ബ്രഷ് ആയിക്കോട്ടെ, ഓരോ ഉൽപ്പന്നവും ഏതോ സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയാണ്. അപ്പൊ ഏതോ ദൂരത്തുള്ള ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഈ വസ്തുക്കൾ, ഗുഡ്സ് ഓർ സർവീസ്, സാധനങ്ങളോ സേവനങ്ങളോ എന്തോ ആയിക്കോട്ടെ, അത് അൾട്ടിമേറ്റ് കൺസ്യൂമറുടെ കയ്യിൽ എത്തിച്ചേരുന്നത് വരെ ഒരുപാട് ഇടനിലക്കാർ അതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നോർമലി നമ്മൾ പറയാറുള്ളത് ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കും, ദെൻ ഒരു ഹോൾസെയിലർ ഉണ്ടായിരിക്കും, ഒരു റീറ്റെയിലർ ഉണ്ടായിരിക്കും, റീറ്റെയിലറിൽ നിന്ന് കൺസ്യൂമർ. അങ്ങനെയാണ് ഒരു ഓർഡിനറി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഉപഭോക്താവിലേക്ക് ഒരു ഉൽപ്പന്നം എത്തിച്ചേരുന്നതിന് ഏറ്റവും ആദ്യം ഉൽപാദകൻ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഉൽപാദകനിൽ നിന്ന് മൊത്ത കച്ചവടക്കാരൻ ഹോൾസെയിലർ ബൾക്കായിട്ട് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നു. ദെൻ ആ ഹോൾസെയിലർ അതിനെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി റീറ്റെയിലർക്ക് നൽകുന്നു. റീറ്റെയിലറിൽ നിന്ന് അൾട്ടിമേറ്റ് കൺസ്യൂമർ ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഒരു സാധാരണ വിതരണ ശൃംഖല. പക്ഷെ ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ കഴിയും. 0 ലെവൽ, 1 ലെവൽ, 2 ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട്. 0 ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ ഇന്റർമീഡിയറേ ഇല്ല, ഡയറക്റ്റ് പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ, ആ രീതിയിലുള്ള വിൽപ്പന. അപ്പോൾ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയിനില് കൺസ്യൂമർക്ക് തൊട്ടു മുന്നിലാണ് റീറ്റെയിലറുടെ സ്ഥാനം. യഥാർത്ഥ കൺസ്യൂമേഴ്സിന് പ്രോഡക്ട്സ് വിതരണം ചെയ്യുന്ന ആളാണ് റീറ്റെയിലർ. അപ്പൊ റീറ്റെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പരിചയമുള്ളത് ഒരു ചില്ലറ കച്ചവടക്കാരൻ, ചെറിയൊരു കടയൊക്കെ ഇട്ട് പലതരം പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അവനവന്റെ കടയിൽ അസംബിൾ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് യഥാർത്ഥ കൺസ്യൂമേഴ്സിന് എപ്പോഴാണോ ആവശ്യം വരുന്നത് അവർക്ക് ആവശ്യാനുസരണം ആ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ റീറ്റെയിലർ. അതാണ് നമ്മൾക്ക് നോർമലി നമ്മൾക്ക് റീറ്റെയിലർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയം. അപ്പൊ ഈ റീറ്റെയിലർ എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള റീറ്റെയിലർ എന്നുള്ള വാക്കിൽ നിന്നാണ്. റീറ്റെയിലിംഗ് എന്ന് പറയുന്ന ആ ആശയം അല്ലെങ്കിൽ റീറ്റെയിലർ എന്ന പേര് വന്നിട്ടുള്ളത് ഫ്രഞ്ച് വേർഡായ റീറ്റെയിലറിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം ടു കട്ട് എഗെയിൻ ഓർ ബ്രേക്ക് ദ ബൾക്ക് എന്നുള്ളതാണ്. കട്ട് എഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഭാഗങ്ങളാക്കുക. ബ്രേക്ക് ദ ബൾക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു യൂണിറ്റിനെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റുന്നു. അപ്പൊ ചെറിയ തോതിൽ കച്ചവടം നടത്തുന്ന ഒരാളാണ് നമ്മളുടെ റീറ്റെയിലർ. ദാറ്റ് മീൻസ് റീറ്റെയിലർ ഈസ് ദ പേഴ്സൺ ഹൂ സെൽസ് ദ പ്രോഡക്റ്റ് ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. That means the products are used for usage only, not for resale. എന്തിനു വേണ്ടിയല്ല? വിൽപ്പനയ്ക്ക് വേണ്ടിയല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടി യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്ന ആളാണ് റീറ്റെയിലർ. അപ്പൊ ഈ റീറ്റെയിലർ എന്നുള്ളത് കൊണ്ട് വളരെ സ്മാൾ വോള്യൂം ഓഫ് ബിസിനസ് നടത്തുന്ന ആളാണ് എന്ന് അർത്ഥമില്ല. ഇന്നത്തെ കോണ്ടെക്സ്റ്റില് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഒരു റീറ്റെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ തോതിൽ കച്ചവടം നടത്തുന്ന ആളല്ല. അവിടെ എന്ത് മാത്രമേ നോക്കാനുള്ളൂ? ദർ ഈസ് നോ അനദർ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ റീറ്റെയിലർ ആൻഡ് കൺസ്യൂമർ. നമ്മുടെ റീറ്റെയിലർക്കും കൺസ്യൂമർക്കും ഇടയിൽ വേറൊരു ഇടനിലക്കാരനില്ല, അത്ര മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പ്രോഡക്ട്സ് പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുന്നത് ആരാണോ അല്ലെങ്കിൽ സെയിൽസ് നടത്തുന്ന സെല്ലറാണ് നമ്മളുടെ റീറ്റെയിലർ. ഹി മേ ബി എ പ്രൊഡ്യൂസർ,
അപ്പൊ റീറ്റെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ആര് തന്നെ ആവാം, ഉൽപാദകൻ തന്നെ ആവാം. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് നടത്തുമ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ അധികവും ഈ രീതിയിലുള്ള ചാനലാണ്. കാരണം ഇന്റർമീഡിയറീസ് ഇല്ലാതെ ഉൽപാദകർ തന്നെ എന്ത് ചെയ്യും, ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകൾ വയ്ക്കും. ആ ഔട്ട്ലെറ്റുകളിലൂടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൺസ്യൂമേഴ്സിന് വിൽപ്പന നടത്തുന്നു. അപ്പോൾ റീറ്റെയിലർ ചെയ്യുന്നത് മൊത്തം വിതരണ ശൃംഖലയിലുള്ള ജോലിയിലെ ഒരുപാട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല പല ഹോൾസെയിലേഴ്സിൽ നിന്ന് പ്രോഡക്ട്സ് സെലക്ട് ചെയ്ത് വാങ്ങിക്കുക, സോർട്ടിങ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് അവൈലബിൾ ആയ പ്രോഡക്ട്സ് കളക്ട് ചെയ്ത് അസംബിൾ ചെയ്ത് ഇദ്ദേഹത്തിന്റെ ഷോപ്പിൽ കൊണ്ടുവരുന്നു. ദെൻ സ്റ്റോറിങ് ദ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ആവശ്യം വരുന്നത് വരെ അവിടെ സൂക്ഷിച്ചു വെക്കുന്നു, പാക്ക് ചെയ്യുന്നു, അഡ്വർടൈസ് ചെയ്യുന്നു, സെയിൽസ് നടത്തുന്നു, ആഫ്റ്റർ സെയിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സേവനങ്ങൾ നമ്മുടെ റീറ്റെയിലേഴ്സ് നമ്മുടെ സമൂഹത്തില് കൺസ്യൂമേഴ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അവരുടെ എല്ലാ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ്. പക്ഷെ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഒരു ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രിയാണ്. ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന റീറ്റെയിലിംഗ് ബിസിനസ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ GDP-യിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓരോ വർഷവും നമ്മളുടെ ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെയൊക്കെ അളവുകൾ നമ്മൾ എടുക്കാറുണ്ട്. എത്രമാത്രം വ്യാവസായിക വളർച്ചയുണ്ട്, എത്രമാത്രം വിദേശ നാണ്യം നേടുന്നുണ്ട്, എത്രമാത്രം വ്യാവസായിക പുരോഗതി ഉണ്ടാകുന്നുണ്ട് ഓരോ മേഖലയിലും. അങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് അഗ്രികൾച്ചർ ആണ്. പക്ഷെ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ്. ഡയറക്റ്റ് കൺസ്യൂമേഴ്സുമായി ഇന്ററാക്ട് ചെയ്യുന്ന എത്രയോ ആളുകൾ നമ്മളുടെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഒരുപാട് മുതൽ മുടക്കൊന്നും വേണ്ട. എങ്ങനെയാണെങ്കിലും ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രി ആണ് റീറ്റെയിൽ ഇൻഡസ്ട്രി. സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ റീറ്റെയിലേഴ്സ് ആർ the persons who supply product or service directly to consumers for their ultimate consumption. It may be personal consumption, family consumption, etc. But not for resale. വിൽക്കാൻ വേണ്ടി അല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടി ഉപഭോക്താക്കൾക്ക് സാധനങ്ങളോ സേവനങ്ങളോ നേരിട്ട് സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് റീറ്റെയിലേഴ്സ്. മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു സെല്ലിംഗ് ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ്. ഒരുപാട് പേര് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ അതേപോലെയുള്ള മറ്റനവധി ഓതേഴ്സ് റീറ്റെയിലിംഗ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷന്റെ അഭിപ്രായ പ്രകാരം റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് carried on to accomplishing the exchange of goods and services for the purpose of personal, family or household use, whether performed in a store or by some other form of non-selling. അതായത് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ പറയുന്നത് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. ഒരു കൂട്ടം ബിസിനസ് പ്രവർത്തനങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത്? carried on to accomplishing the exchange of goods and services. നമ്മൾക്ക് എന്താ ഇവിടെ ചെയ്യാനുള്ളത്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ റീറ്റെയിലിംഗിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് സേവനങ്ങളോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളോ കൈമാറ്റം ചെയ്യുക എന്നതാണ്. എന്തിനു വേണ്ടിയാ കൈമാറ്റം ചെയ്യുന്നത്? ഫോർ ദ പേഴ്സണൽ യൂസ്, ഒന്നുകിൽ വ്യക്തിപരമായ ഉപയോഗത്തിന്, അല്ലെങ്കിൽ ഫാമിലി യൂസ്, അതുമല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് യൂസ്. ഇതെല്ലാം എവിടെ നിന്നാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്? വെദർ പെർഫോംഡ് ഇൻ എ സ്റ്റോർ, ഒന്നുകിൽ എവിടെ വെച്ചായിരിക്കും? ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ വെച്ചിട്ട്, ഒരു സ്റ്റോറിൽ വെച്ചിട്ട്, ഓർ ഫ്രം അതർ ഫോം ഓഫ് സെല്ലിംഗ്. അതായത് ഇപ്പൊ നമ്മൾ വിൽപ്പനയ്ക്ക് ഒരു കടയിൽ തന്നെ പോണമെന്നില്ല. ഇപ്പൊ നമുക്കറിയാം ഫോണിലൂടെ ഓർഡർ ചെയ്ത പ്രോഡക്ട്സ് വാങ്ങിക്കാറുണ്ട്, കാറ്റലോഗ് ഓർഡറിംഗ് ഉണ്ട്, ഓംനി വാൻ ബിസിനസ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള ഇപ്പൊ വെൻഡിങ് മെഷീൻസ് ഒക്കെ. ഇപ്പൊ നമ്മൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ കൊക്കക്കോളയോ പെപ്സിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ഒരു മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരും.
അങ്ങനെയുള്ള വെൻഡിങ് മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് മെത്തേഡ് ഉപയോഗിച്ചും ആവാം. ഒരു കടയിൽ വന്ന് തന്നെ ചെയ്യണമെന്നില്ല. ഏത് രീതിയിലാണെങ്കിലും വ്യക്തിപരമായ ആവശ്യത്തിനോ വീട്ടിലുള്ളവരുടെ ആവശ്യത്തിനോ ഒക്കെ വേണ്ടി ഗുഡ്സ് ഓർ സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിയാണ് റീറ്റെയിലിംഗ്. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ആണ് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു ബിസിനസ്സുകാരൻ പ്രോഡക്ട്സോ സർവീസുകളോ ആർക്ക് കൈമാറ്റം ചെയ്യുന്നു? അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് കൈമാറ്റം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ കൈമാറ്റം ചെയ്യുന്നത്? അവരുടെ ഡയറക്റ്റ് കൺസംഷന് വേണ്ടിയാണ്. ഇനി ഇങ്ങനെയുള്ള ഒരു റീറ്റെയിൽ ബിസിനസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്താണ് അതുകൊണ്ടുള്ള ഗുണം? അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിലിംഗിന്റെ പ്രാധാന്യം എന്താണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു GDP. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഒരു രാജ്യത്ത് ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ സം ടോട്ടലിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പൊ ഈ GDPയിലേക്ക് ഏകദേശം 10% കൂടുതൽ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കേസൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയുടെ GDPയിലേക്ക് 10% റീറ്റെയിൽ സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് 2002 അതുപോലെ 2020 നടത്തിയിട്ടുള്ള കണക്കുകളിൽ പറയുന്നത്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ ഒരു പ്രധാന പങ്കും പ്രൊവൈഡ് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളുടെ റീറ്റെയിൽ ബിസിനസ് സെക്ടറാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. റീറ്റെയിൽ ബിസിനസ് ഔട്ട്ലെറ്റുകളിലൂടെ അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിലൂടെ ഇന്ത്യയിലെ ഒരുപാട് വ്യക്തികൾക്ക്, അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ചെറിയ ഗ്രാമങ്ങളായിക്കോട്ടെ, ചെറിയ ചെറിയ ടൗണുകളായിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഓർഡർ ചെയ്തിട്ട് ഫുഡ് കൊണ്ടുവരുന്ന സിസ്റ്റം. എത്രയോ ആളുകളാണ് 2 വീലറിൽ അവരുടെ ആ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന കമ്പനിക്കാരുടെ പേരുള്ള പെട്ടികളുമായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എത്രയോ ആൾക്കാർക്ക് പാർട്ട് ടൈം ജോബ് ഫെസിലിറ്റി ഒക്കെയാണ് അതിലൂടെ ലഭിക്കുന്നത്. ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ റീറ്റെയിൽ ബിസിനസ്സിൽ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫോണിലൂടെ ഓർഡർ ചെയ്ത് പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന രീതി. അതുപോലെ തന്നെ ഇപ്പോൾ ഷോറൂമുകളാണെങ്കിലും എത്രയോ ആളുകൾക്ക്, ഹ്യൂമൻ എലമെന്റ്സിന് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്ടറാണ് നമ്മളുടെ റീറ്റെയിൽ സെക്ടർ. ദെൻ മൂന്നാമതായി പറയുന്നത് മൊബിലൈസിംഗ് ഫിനാൻസ്. ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്നാണ് പറയാം. ബിസിനസ്സിന്, വ്യാപാരം നടത്താൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് പൈസ. അപ്പൊ റീറ്റെയിൽ ബിസിനസിന്റെ പ്രത്യേകത, ഇറ്റ്സ് എ സ്മാൾ ബിസിനസ് ലീഡിങ് എ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ്. സാധാരണയായി വളരെ ചെറിയ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ചെറിയ ബിസിനസ് ആണ് റീറ്റെയിലിംഗ്. ആൻഡ് ദ റീറ്റെയിലർ അപ്രോച്ചസ് മെനി ഹോൾസെയിലേഴ്സ് ഫോർ പ്രൊക്യൂറിംഗ് ദ പ്രോഡക്ട്സ് ആൻഡ് സപ്ലൈ ദം ടു കൺസ്യൂമേഴ്സ്. ഒരുപാട് ഹോൾസെയിലേഴ്സിനെ അപ്രോച്ച് ചെയ്യും, അവരിൽ നിന്ന് എല്ലാം പ്രോഡക്ട്സ് വാങ്ങിക്കൊണ്ടുവരും. പലപ്പോഴും റീറ്റെയിലേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് ബൈ ഫ്രം സപ്ലയേഴ്സ് ഓൺ ക്രെഡിറ്റ് ആൻഡ് സെൽ ദ പ്രോഡക്റ്റ് ഫോർ ക്യാഷ്. സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന്, ഹോൾസെയിലേഴ്സിന്റെ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പരമാവധി കടത്തിന് വാങ്ങും. എന്നിട്ട് ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൺസ്യൂമേഴ്സിന് പൈസയ്ക്ക് വിൽക്കും, കടത്തിനല്ല, റെഡി ക്യാഷ് പേയ്മെന്റിന് വിൽക്കും. അപ്പൊ റീറ്റെയിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് ഒരുപാട് പൈസ ഒന്നും ഉണ്ടാക്കണ്ട, ഇവരുടെ പൈസ വാങ്ങുക, ഹോൾസെയിലേഴ്സിനാണ് കൊടുക്കുക. അപ്പൊ ലാഭം നമ്മുടെ കയ്യിൽ ബാക്കി വരും. ഹോൾസെയിലേഴ്സിന് വാങ്ങുന്ന വിലക്കല്ലല്ലോ ഒരിക്കലും നമ്മൾ കൺസ്യൂമേഴ്സിന് വിൽക്കുന്നത്. അപ്പൊ ചെറിയ ബിസിനസ് ആയത് കാരണം ഫണ്ട് റോളിംഗ് വളരെ എളുപ്പമായിരിക്കും. മൊബിലൈസിംഗ് ഫിനാൻസ് എന്ന് പറയുന്നത് ഈസിയാണ്. ദെൻ കസ്റ്റമർ കൺവീനിയൻസ്. നോർമലി റീറ്റെയിൽ ഷോപ്പുകളെല്ലാം കസ്റ്റമേഴ്സിന് വളരെ വേഗം ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലായിരിക്കും. അതേപോലെ തന്നെ ഒരു റീറ്റെയിൽ ഷോപ്പില് ഒരു കൺസ്യൂമർക്ക് ആവശ്യമുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഹോൾസെയിൽ ഷോപ്പുകളിലൊന്നും അങ്ങനെയല്ല, അവിടെയൊക്കെ സ്പെഷ്യാലിറ്റി ആണ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ മാത്രം കാറ്റഗറീസ് ആയിരിക്കും. റീറ്റെയിൽ കടയിൽ ചെന്നാൽ അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്ട്സും ഒരേ കടയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പൊ കസ്റ്റമേഴ്സിന് വളരെയധികം സൗകര്യമുള്ള ഒരു സിസ്റ്റമാണ് റീറ്റെയിലിംഗ്.
ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗിൽ 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പൊ ലാസ്റ്റിൽ പറഞ്ഞത് കസ്റ്റമർ കൺവീനിയൻസ് ആണ്. കസ്റ്റമേഴ്സിന് ഏറ്റവും കൺവീനിയന്റ് ആയ പ്ലേസിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഒരേ ഒരു ഷോപ്പിൽ വെച്ച് തന്നെ സെയിൽസ് നടത്തുകയും സെയിൽസിന് പുറമെ ആഫ്റ്റർ സെയിൽ സർവീസുകളും ഫ്രീ ഹോം ഡെലിവറിയും എക്സ്ട്രാ സെയിൽ സർവീസുകളും ഗിഫ്റ്റ് കൂപ്പണുകൾ ഒരുപാട് ഓഫറുകൾ അങ്ങനെ കുറേ സേവനങ്ങൾ നൽകുന്ന ഒരു സെക്ഷനാണ് റീറ്റെയിൽ ബിസിനസ്. Then അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കൺസ്യൂമർ ആൻഡ് മാനുഫാക്ചറർ. ഇപ്പൊ നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞു പ്രൊഡ്യൂസർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ. ദെൻ അതിന്റെ ഇടയിൽ തന്നെ ഏജൻസ്, സ്റ്റോർ കീപ്പേഴ്സ്, അങ്ങനെ വെയർ ഹൗസിംഗ് മാത്രം നടത്തുന്ന ഏജൻസികൾ, അങ്ങനെയുള്ള ഇടനിലക്കാർ വീണ്ടും വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോങ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ യഥാർത്ഥ ഉപഭോക്താവും ഉൽപാദകനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഇടയിൽ ഒരുപാട് പേരാണ്, ഒരുപാട് മീഡിയാസ്, മിഡിൽമാൻ ആണ് വരുന്നത്. അപ്പൊ ഈ മധ്യവർത്തികളെ എല്ലാം ഒഴിവാക്കി ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സും മാനുഫാക്ചറേഴ്സും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, ഈ മാനുഫാക്ചറേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർക്കിടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് നമ്മളുടെ റീറ്റെയിലർ ചെയ്യുന്നത്. ദെൻ അടുത്തതായി പറയുന്നത് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു ദ മാനുഫാക്ചറർ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ ഒറിജിനൽ കൺസ്യൂമേഴ്സുമായി ഡയറക്റ്റ് ഡീലിംഗ് നടത്തുന്നത് റീറ്റെയിലേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്, അവരുടെ പരാതികൾ എന്തൊക്കെയാണ്, അവരുടെ സജഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ പ്രോഡക്റ്റിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം നേരിട്ടിട്ട് കൺസ്യൂമേഴ്സിനോട് ചോദിച്ചറിയാനുള്ള ഒരു അവസരം റീറ്റെയിലേഴ്സിന് ലഭിക്കുന്നുണ്ട്. യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകർക്ക് പോലും അങ്ങനെ ഒരു അവസരം ലഭിക്കാറില്ല. ഇവിടെ ഡയറക്റ്റ് ആയി കൺസ്യൂമേഴ്സുമായി ഡീൽ ചെയ്യുന്നത് റീറ്റെയിലേഴ്സ് ആണ്. അപ്പൊ കൺസ്യൂമേഴ്സിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് അവ മാനുഫാക്ചറിലേക്ക് എത്തിക്കുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് നമ്മുടെ റീറ്റെയിലർ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഏഴാമതായി പറയുന്നത് റീറ്റെയിലിംഗ് കോൺട്രിബ്യൂട്ട്സ് ടു ദ എൻവയോൺമെന്റ്. നമ്മുടെ പരിസ്ഥിതി, നമ്മൾക്കറിയാം ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഒരുപാട് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഓരോ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ട്, പ്രകൃതി ദുരന്തങ്ങളൊക്കെ. അപ്പൊ അവയൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരുപാട് തരത്തിലുള്ള ഡയറക്റ്റ് ആയതും ഇൻഡയറക്റ്റ് ആയതുമായ കോൺട്രിബ്യൂഷൻസ് നൽകാൻ നമ്മുടെ റീറ്റെയിലേഴ്സിന് കഴിയും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കടയുടെ പുറത്തൊരു ബോർഡ് വെക്കുകയാണ്, നമ്മുടെ കട പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അപ്പൊ നമ്മുടെ കടയിലേക്ക് വരുന്നവർ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന, പ്രകൃതിയിൽ അലിഞ്ഞു പോകുന്ന തരം ബാഗുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ്സ് ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് ഭീഷണിയായിട്ടുള്ള പ്ലാസ്റ്റിക്കിനെ ഒരു പരിധി വരെ തടയുന്നതിന് റീറ്റെയിലേഴ്സിന് കഴിയും. എല്ലാ റീറ്റെയിലേഴ്സും അങ്ങനെ ഒരു പോളിസി ഫോളോ ചെയ്യാണെന്ന് വിചാരിക്കാം. തുണിസഞ്ചികൾ മാത്രം ഉപയോഗിക്കൂ, അല്ലെങ്കിൽ പേപ്പർ ബാഗ്സ് ഉപയോഗിക്കൂ. അങ്ങനെയുള്ള ഒരു രീതി നമ്മുടെ റീറ്റെയിലേഴ്സ്, മൊത്തം റീറ്റെയിലേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഒക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് എവിടെ പോയാ? റീറ്റെയിലേഴ്സിന്റെ ഷോപ്പിലാണ്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ പേപ്പർ ബാഗോ തുണി ബാഗോ കൊണ്ടുപോകണം എന്നുള്ളൊരു അവസ്ഥ വന്നാൽ എല്ലാ കൺസ്യൂമേഴ്സും അത് അറേഞ്ച് ചെയ്യും. അപ്പൊ നമ്മുടെ പരിസ്ഥിതിക്ക് ഭീഷണിയായിട്ടുള്ള പ്ലാസ്റ്റിക്കിനെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ റീറ്റെയിലേഴ്സ് ശ്രമിച്ചാൽ കഴിയും. അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സുകൾ സംരക്ഷിക്കുന്ന കാര്യം, ഇപ്പൊ വെള്ളം പാഴാക്കരുത്, ഇലക്ട്രിസിറ്റി ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്, അങ്ങനെയുള്ള ഒരുപാട് സമൂഹത്തിനും പരിസ്ഥിതിക്കും നല്ലതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ റീറ്റെയിലേഴ്സിന് സാധിക്കും. കാരണം അവര് ഒരുപാട് കൺസ്യൂമേഴ്സുമായി ഒരു മാസ് അപ്രോച്ചാണ് അവർ നടത്തുന്നത്. ഒരുപാട് കൺസ്യൂമേഴ്സുമായി ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്ന ഗ്രൂപ്പാണ് റീറ്റെയിലേഴ്സ്. ദെൻ അടുത്തതായി പറയുന്നത് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുന്നുണ്ട്. സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോ 2013 കമ്പനി നിയമം വന്നതിന് ശേഷം ഓരോ കമ്പനികളും നിർബന്ധമായും CSR ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും.
ഒരു സൊസൈറ്റിയിൽ നിലനിന്നുകൊണ്ട് സൊസൈറ്റിയിൽ അവൈലബിൾ ആയ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ലാഭത്തിന്റെ 2% ആ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് നിയമം നിർബന്ധപൂർവ്വം പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു റീറ്റെയിൽ കമ്പനി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു റീറ്റെയിൽ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അവര് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആശയം നടപ്പിലാക്കുന്നവരാണെങ്കിൽ അവർ നിലനിൽക്കുന്ന സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുക, ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് അവർക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള എക്യുപ്മെന്റ്സ്, തൊഴിലവസരങ്ങൾ, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിനുള്ള സഹായങ്ങൾ, പഠിക്കുന്ന കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. അപ്പൊ റീറ്റെയിലേഴ്സ് ആ മേഖലയിലും ഒരുപാട് സേവനങ്ങൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻസിൽ വരുന്ന 9ാമത്തെ പോയിന്റ് ആണ് ട്രെൻഡ് സെറ്റേഴ്സ്. ഒരു ഫാഷൻ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ റീറ്റെയിലേഴ്സിന് സാധിക്കും. പല മാനുഫാക്ചറേഴ്സും പുതിയ പുതിയ മോഡലുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് റീറ്റെയിലേഴ്സിനോട് പറയും, നിങ്ങളുടെ അടുത്ത് വരുന്ന കൺസ്യൂമേഴ്സിന്റെ അടുത്ത് നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് പറഞ്ഞ് സെയിൽസ് ബൂസ്റ്റ് ചെയ്യണം. ഇതൊരു പുതിയ ട്രെൻഡാണ്, പുതിയ സ്റ്റൈലാണ്, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇതൊക്കെ നേരിട്ട് കൺസ്യൂമേഴ്സിനെ അറിയിക്കാൻ കഴിയുന്നത് റീറ്റെയിലേഴ്സിനാണ്. അപ്പൊ റീറ്റെയിലേഴ്സിന് കൃത്യമായ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നൽകി അവരോട് പുതിയ പുതിയ ട്രെൻഡുകൾ സൊസൈറ്റിയിൽ സൃഷ്ടിക്കാൻ വേണ്ടി മാനുഫാക്ചറേഴ്സിന് റീറ്റെയിലേഴ്സിന്റെ സംഭാവന കൂടിയേ കഴിയും. അവരാണ് പലപ്പോഴും കസ്റ്റമേഴ്സിന് പുതിയ രീതികളെ കുറിച്ചും അതിൽ തന്നെ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം ചോദിക്കാനുമെല്ലാം മാനുഫാക്ചറേഴ്സ് ഏൽപ്പിക്കുന്നത് ഇത്തരം റീറ്റെയിലേഴ്സിനെയാണ്. ദെൻ 10ാമതായി പറയുന്നത് ന്യൂ ഏരിയ ഓഫ് സ്റ്റഡി. ഇപ്പോ നമ്മൾ ഒരുപാട് തരം മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, MBA കോഴ്സുകളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ റീസെന്റ് ആയിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് സ്റ്റഡിയാണ് റീറ്റെയിൽ സെക്ടർ, റീറ്റെയിൽ മാനേജ്മെന്റ്. പണ്ടൊക്കെ മെയിൻ മാനേജ്മെന്റിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു റീറ്റെയിൽ മാനേജ്മെന്റ്. ഇന്ന് അങ്ങനെയല്ല. PhD ലെവലിലാണെങ്കിലും PG ലെവലിലാണെങ്കിലും എല്ലാം കുട്ടികൾ ഓപ്റ്റ് ചെയ്തെടുത്ത് പഠിക്കുന്ന ഒരു വിഷയമാണ് റീറ്റെയിൽ മാനേജ്മെന്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ റീറ്റെയിൽ മാനേജ്മെന്റ് ഇന്ന് ഒരു പഠന വിഷയം കൂടിയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഈ 10 പോയിന്റുകളാണ് ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിൽ മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് എ റീറ്റെയിലർ. നമ്മളുടെ കൺസ്യൂമറുടെയും മാനുഫാക്ചറുടെയും ഇടയിൽ കണക്റ്റിംഗ് ലിങ്കായി പ്രവർത്തിക്കുന്ന റീറ്റെയിലർ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ്. ബൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റീറ്റെയിലർ കളക്ട്സ് ഡിഫറെന്റ് പ്രോഡക്ട്സ് ഫ്രം ഡിഫറെന്റ് ഹോൾസെയിലേഴ്സ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മുടെ ഷോപ്പിൽ വരുന്ന കൺസ്യൂമേഴ്സിന് പലതരം പ്രോഡക്റ്റുകൾ അത്യാവശ്യമായിരിക്കും. അപ്പൊ അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മെർക്കൻഡൈസ് ഏതൊക്കെ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഹോൾസെയിലേഴ്സിനെ അപ്രോച്ച് ചെയ്താലാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഏറ്റവും മിനിമം വിലയിൽ നമ്മൾക്ക് അക്വയർ ചെയ്യാൻ കഴിയുന്നത്, അങ്ങനെയുള്ള ഹോൾസെയിലേഴ്സിനെ തെരഞ്ഞു കണ്ടുപിടിക്കാം. റീറ്റെയിൽ മാനേജ്മെന്റിൽ നമ്മൾ അതിനെ സോഴ്സിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹോൾസെയിലേഴ്സിനെയൊക്കെ ഇങ്ങനെ തെരഞ്ഞു കണ്ടുപിടിച്ച് അവരിൽ നിന്ന് പലതരം പ്രോഡക്റ്റ്, വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് വാങ്ങി കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അതാണ് ബൈയിങ്. ഇനി വാങ്ങിക്കൊണ്ടുവന്നാൽ മാത്രം മതിയോ? ഇത് എന്തുകൂടി ചെയ്യണം? സെയിൽസ് നടത്തണം, വിൽപ്പന നടത്തണം. ബൈയിങ് ആൻഡ് സെല്ലിംഗ്. സെല്ലിംഗ് എങ്ങനെയാണ് നടത്തുന്നത്? നമ്മളുടെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് ചെറിയ ചെറിയ യൂണിറ്റുകളായി ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് ബൾക്കായി വാങ്ങിക്കുന്നത് കൺസ്യൂമേഴ്സിന് നൽകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകളായി അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പാക്ക് ചെയ്ത് നൽകുന്നു. അപ്പോൾ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ജോലി. ദെൻ ആ റീറ്റെയിലിംഗിന്റെ ലാസ്റ്റ് ജോലിയായിട്ട് വരുന്നത് ഏതാ? ഈ പ്രോഡക്ട്സ് ഒക്കെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ യൂണിറ്റുകളാക്കി, ചെറിയ ചെറിയ യൂണിറ്റുകളായി അട്രാക്റ്റീവായി പാക്ക് ചെയ്ത് അവർ ആവശ്യപ്പെടുന്ന സേവനത്തോടു
വിൽക്കുക. അപ്പൊ വാങ്ങലും വിൽക്കലും റീറ്റെയിലറുടെ ഒരു ജോലിയാണ്. ദെൻ രണ്ടാമത്തെ ജോലിയായി പറയുന്നത് സ്റ്റോറേജ് ആണ്. അപ്പൊ ഈ ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങി ഡയറക്റ്റ് ആയി കൊണ്ടുവന്ന് കൺസ്യൂമേഴ്സിന് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പലതരം ഹോൾസെയിലേഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പലതരം ഉൽപ്പന്നങ്ങൾ നമ്മൾ കൃത്യമായി നന്നായി അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മുടെ ഷോപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കണം, സൂക്ഷിച്ചു വെക്കണം. എപ്പോഴാണോ ഒരു കൺസ്യൂമർ വന്ന് ഈ പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്, ആ സമയത്ത് നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് ഈ ഉൽപ്പന്നം എടുത്ത് കൊടുക്കാൻ കഴിയണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദ പ്രോഡക്ട്സ് മസ്റ്റ് ബി സ്റ്റോർഡ്. നന്നായി സൂക്ഷിച്ചു വെക്കണം, സംരക്ഷിച്ചു വെക്കണം. അപ്പൊ സ്റ്റോറേജിങ് എന്ന് പറയുന്നതും റീറ്റെയിലറുടെ ജോലിയാണ്. ദെൻ മൂന്നാമതായി പറയുന്നത് ഡിസ്പ്ലേസ് ആൻഡ് സർവീസസ്. ഡിസ്പ്ലേ ചെയ്യാം. നമ്മുടെ കടയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടായാൽ പോരാ, നമ്മുടെ ഗോഡൌണിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് നൽകാൻ കഴിയില്ല. കൺസ്യൂമേഴ്സിനെ കൃത്യമായി അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ അവ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയണം. പല ഷോപ്പുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുതിയ പുതിയ ട്രെൻഡായി വരുന്ന ഇപ്പൊ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നല്ല ഡിസ്പ്ലേ വിൻഡോയിൽ ഇങ്ങനെ കൃത്യമായി വെച്ചിട്ടുണ്ടായിരിക്കും. നല്ല ഭംഗിയില് നല്ല പ്രതിമകളുടെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ജ്വല്ലറികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലതരം മോഡലിലുള്ള ആഭരണങ്ങൾ അവർ നന്നായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചെറിയൊരു മോതിരം വാങ്ങാനാണ് പോയതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു കമ്മൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ അതും കൂടെ വാങ്ങിക്കും. അപ്പൊ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ പുതിയ പുതിയ ട്രെൻഡിലുള്ള മോഡലുകളെല്ലാം നന്നായി ഡിസ്പ്ലേക്ക് വെക്കുക എന്നുള്ളതും റീറ്റെയിലറുടെ ജോലിയാണ്. ദെൻ ആ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൺസ്യൂമേഴ്സ് വന്ന് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സേവന രീതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് വിൽക്കാനും സാധിക്കണം. അപ്പൊ കൃത്യമായ ഉൽപ്പന്നങ്ങളെ അറേഞ്ച് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് വെക്കണം. നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരിക്കും, നല്ല റാക്കുകളിലും ഷെൽഫുകളിലും ഒക്കെ ആയിട്ട് നന്നായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവും ഉൽപ്പന്നങ്ങൾ. ആ കടയിലേക്ക് ചെല്ലുന്ന നമ്മുടെ ഒരു കൺസ്യൂമർക്ക് ഈസി ആയി തിരഞ്ഞെടുക്കാം വേണ്ടതെല്ലാം. അപ്പൊ ഡിസ്പ്ലേയിങ്ങും ഒരു ജോലിയാണ്. ദെൻ അടുത്തതായി പറയുന്നത് ക്രെഡിറ്റ് അവൈലബിലിറ്റി ആൻഡ് സർവീസിങ്. കസ്റ്റമേഴ്സിന് എന്ത് സൗകര്യം പ്രൊവൈഡ് ചെയ്യാം? ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക. സ്ഥിരമായി നമ്മുടെ കടയിൽ വരുന്ന ഒരു കസ്റ്റമർ ആണെന്ന് വിചാരിക്കാം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിലും നമ്മുടെ കടയുടമസ്ഥൻ എന്ത് ചെയ്യും? ആ പ്രോഡക്റ്റ് വിൽക്കും. പിന്നീട് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് സൗകര്യപ്രദമായ പേയ്മെന്റ് മെത്തേഡുകൾ, ഇപ്പൊ പല ചില്ലറ കച്ചവടക്കാരും മന്ത്ലി ആയിട്ട് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ കൃത്യമായി ശമ്പളം വാങ്ങിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഉൽപ്പന്നങ്ങൾ ദിവസവും ആവശ്യമുണ്ടാവും. പക്ഷെ അവര് പേയ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? അവർക്ക് സാലറി കിട്ടി അതിൽ നിന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക. എല്ലാ കസ്റ്റമേഴ്സിനൊന്നും കൊടുക്കില്ല. ക്രെഡിറ്റ് വർത്തിയായ കസ്റ്റമേഴ്സിനെ റീറ്റെയിലേഴ്സിന് അറിയുന്നുണ്ടാവും. അപ്പൊ അത്യാവശ്യമായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് വേണം, ആ കടയിൽ ചെന്നാൽ നമുക്ക് കടത്തിന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൺസ്യൂമറിലുണ്ടെങ്കിൽ കൺസ്യൂമർ സ്ഥിരം ആ കടയിലേ വരും. അപ്പൊ മാർക്കറ്റിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ, മറ്റുള്ളവരോട് മത്സരിച്ച് നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കേണ്ടി വരും? കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ അനുവദിച്ചു കൊടുക്കേണ്ടി വരും. ദെൻ അടുത്തതായി പറയുന്നത് സീസൺ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിമാൻഡ് എസ്റ്റിമേഷൻ. ഓരോ ബിസിനസ് സൈക്കിളുകളുണ്ട്, ഓരോ സീസണുകളുണ്ട്. ഓഫ് സീസൺ, അതേപോലെ തന്നെ സീസൺ എന്നൊക്കെ പറയാറുണ്ട്. ചില പ്രോഡക്റ്റിന്, എല്ലാ പ്രോഡക്ട്സിനും ഇല്ല, ഡ്യൂറബിൾസിനോ അല്ലെങ്കിൽ ഗ്രോസറീസിനോ ഒന്നും അങ്ങനെ ഇല്ല. ചില പ്രോഡക്റ്റുകൾക്ക് സീസൺ അനുസരിച്ച് ഡിമാൻഡ് കൂടും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണക്കാലം അല്ലെങ്കിൽ പെരുന്നാളിന്റെ സമയം, ഉത്സവങ്ങളുടെ സമയം, ആ സമയത്തൊക്കെ ചില മേഖലകളിലെ വിൽപ്പന കൂടും. ആളുകൾ അവനവന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും പുതിയ ഡ്രസ്സുകൾ എടുക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സീസൺ എന്ന് തുടങ്ങും, എപ്പോൾ അത് അവസാനിക്കും, ആ സമയത്തേക്ക് നമ്മൾ എങ്ങനെ പ്രോഡക്റ്റ് അറേഞ്ച് ചെയ്യണം, എങ്ങനത്തെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ കടയിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ വില കൂടിയ ഒരുപാട് ലക്ഷറിയിലെ പ്രീമിയം പ്രോഡക്ട്സ് വാങ്ങണോ, നെസസറി പ്രോഡക്ട്സ് വാങ്ങണോ, റീസണബിൾ പ്രൈസിലുള്ള ഗുഡ്സ് വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയണം. സീസണെ കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യാൻ അറിയണം. മുൻകൂട്ടി നമ്മൾക്ക് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും, എത്ര പ്രോഡക്റ്റ് അറേഞ്ച് ചെയ്യണം, എത്ര കൺസ്യൂമേഴ്സിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ഒരു റീറ്റെയിലറുടെ ജോലിയാണ്.
ദെൻ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ആഫ്റ്റർ സെയിൽസ് സർവീസ് ആണ്. വിൽപ്പന എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അങ്ങോട്ട് കഴിയുമ്പോൾ റീറ്റെയിലറുടെ ജോലി കഴിയുന്നില്ല. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫറിംഗ് ദ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് സോൾഡ് ടു ദ കൺസ്യൂമർ ഫ്രം ദ സെല്ലർ. അതായത് വിൽപ്പനക്കാരനിൽ നിന്ന് ബയറിലേക്ക് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. പൈസ അങ്ങോട്ട് വാങ്ങുക, പ്രൊഡക്റ്റ് ആണ് കൊടുക്കുക. അതോടുകൂടി ഒരിക്കലും ഒരു റീറ്റെയിലറുടെ ജോലി കഴിയുന്നില്ല. പല പ്രോഡക്റ്റും പല റീറ്റെയിലേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്തു തരും. നമ്മുടെ കൺസ്യൂമറുടെ വീട്ടിൽ എത്തിച്ചു തരും, ഫ്രീ ആയി കൊണ്ടുവന്ന് തരും, ഡോർ ഡെലിവറി ഫെസിലിറ്റി ഉണ്ടായിരിക്കും, ആഫ്റ്റർ സെയിൽ സർവീസ് ആയിട്ട് അപ്പോൾ 1 വർഷത്തേക്കുള്ള സർവീസിങ്, അങ്ങനെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഓഫറുകൾ ഉണ്ടാവും. കാരണം ഏത് കടയിലാണോ വിൽപ്പനാനന്തര സേവനം ഏറ്റവും നല്ലതായി ചെയ്യുന്നത് അത്തരം കടകളിലേക്ക് കൺസ്യൂമേഴ്സ് വരും. അല്ലാതെ പൈസ കൊടുത്ത പ്രൊഡക്റ്റ് എവിടെയും കിട്ടും. നമ്മൾക്ക് ഏറ്റവും നല്ല സേവനം നൽകുന്നത് ആരാണോ അവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസ് എല്ലായ്പ്പോഴും എവിടെ ആയിരിക്കും? നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് ഒക്കെ നടത്തുന്ന റീറ്റെയിലേഴ്സിന്റെ ആയിരിക്കും. അപ്പൊ ആഫ്റ്റർ സെയിൽ സർവീസും റീറ്റെയിലറുടെ ജോലിയാണ്. ദെൻ അടുത്ത ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ മാനുഫാക്ചറർ ആൻഡ് കൺസ്യൂമർ. ഇത് നമ്മൾ ഇമ്പോർട്ടൻസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അൾട്ടിമേറ്റ് കൺസ്യൂമറും ഉൽപാദകനും ഏതോ വ്യത്യസ്ത ദേശങ്ങളിലുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇവർക്കിടയിലുള്ള ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് നമ്മുടെ റീറ്റെയിലർ ആണ്. കാരണം ഉൽപാദകരിൽ നിന്ന് പ്രോഡക്ട്സ് കളക്ട് ചെയ്യുക, കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യും. ദെൻ അടുത്ത ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് ബ്രാൻഡ് പ്രൊമോട്ടേഴ്സ് ആണ്. ബ്രാൻഡുകൾ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ പുതിയ പുതിയ ബ്രാൻഡുകളെ പരിചയപ്പെടുത്തുകയും അവയുടെ സെയിൽസ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഈ ബ്രാൻഡ് നല്ലതാണ്. അപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കടയിലുള്ള ആള് തന്നെ പറയാണ്, ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു, നിങ്ങൾ അത് വാങ്ങണ്ട, അതേ പ്രൈസിന് തന്നെ അതിനേക്കാൾ നല്ല വേറെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് എന്ന് കടക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് അല്ലേ വാങ്ങിക്കാം. അപ്പൊ ആളുകൾക്കിടയിൽ നല്ല ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ പ്രൊമോഷൻ നടത്തണമെങ്കിൽ അതിന്റെ പ്രൊമോട്ടറായി പ്രവർത്തിക്കാനും എല്ലാം റീറ്റെയിലർക്ക് കഴിയും. കാരണം എന്താ? ഹി ഡയറക്ട്ലി കോണ്ടാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്. നമ്മുടെ യഥാർത്ഥ ഉപഭോക്താക്കളുമായി നേരിട്ടുള്ള കണക്ഷൻ ആണ് റീറ്റെയിലേഴ്സിന് വരുന്നത്. അപ്പൊ ബ്രാൻഡ് പ്രൊമോട്ടേഴ്സ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. ദെൻ ലാസ്റ്റിൽ വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ആണ്. അത് നമ്മൾ ഇമ്പോർട്ടൻസിൽ പറഞ്ഞതാണ്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് സജഷൻസോ റെക്കമെൻഡേഷൻസോ ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ, അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വിവരങ്ങൾ മാനുഫാക്ചറേഴ്സിന് സപ്ലൈ ചെയ്യാം. അവരുടെ ഫീഡ്ബാക്ക് കൊടുക്കുക. അപ്പൊ മാനുഫാക്ചർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ പ്രൊഡക്റ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചോ ഒക്കെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യൂ. പല കടകളിലും നമുക്ക് ചെന്നാൽ ഒരു ലാസ്റ്റ് ഒരു സ്ലിപ്പ് തരും. ഈ കടയുടെ സേവനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓരോ സെക്ഷൻ, റിസീവിംഗ് സെക്ഷൻ എങ്ങനെയാണ്, പാക്കിംഗ് സെക്ഷൻ എങ്ങനെയാണ്, കൺസ്യൂമർ കോണ്ടാക്ട് എങ്ങനെയാണ്. അപ്പൊ അതിലിങ്ങനെ ഗുഡ് ആണോ, ആവറേജ് ആണോ, എക്സലന്റ് ആണോ എന്നൊക്കെ മാർക്ക് ചെയ്യാനുള്ള കോളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസുകൾ വെച്ചുകൊണ്ട് മാനുഫാക്ചറേഴ്സിന് ഫീഡ്ബാക്ക് നൽകുവാനും റീറ്റെയിലർക്ക് കഴിയും. അപ്പൊ ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലർ എന്ന് പറയുന്ന ടോപ്പിക്കില് ഈ 9 പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്നോ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നത് മുതൽ അവ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് വിൽക്കുന്നതും വിൽപ്പനാനന്തര സേവനം, അവയെല്ലാം ഒരു റീറ്റെയിലറുടെ ഫങ്ഷൻസിൽ വരുന്നത്. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ റീറ്റെയിലിംഗ്. നമ്മൾ പറഞ്ഞു റീറ്റെയിലർ എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ റീറ്റെയിലിംഗ് ബിസിനസ് എന്ന് പറയുന്ന ആ പഴയ ആശയത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ റീറ്റെയിലിംഗിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? 1990 കാലഘട്ടത്തിലാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള ആശയങ്ങളൊക്കെ വന്നത്. അതിനുശേഷം നമ്മുടെ ബിസിനസ് മേഖലയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എൻറ്റയർ വേൾഡ് ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ് ആഫ്റ്റർ ദീസ് LPG പോളിസി. ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നപ്പോൾ
ആഗോളവൽക്കരണമാണ്. മൊത്തം ലോകത്തിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരൊറ്റ മാർക്കറ്റ്. നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏത് കസ്റ്റമർക്കും അത് വാങ്ങാനും ഉപയോഗിക്കാനും കഴിയുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെയിൽസ് സർവീസുകളാണെങ്കിലും ആഫ്റ്റർ പ്രൊഡക്ഷൻ വർക്കുകളാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാ കസ്റ്റമേഴ്സിനെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഡിജിറ്റൽ യുഗം, ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് വന്നതിന് ശേഷം റീറ്റെയിൽ ട്രെൻഡുകളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് ഓൺലൈൻ സ്പെൻഡിങ് ആണ്. ഇപ്പൊ നമ്മൾ തന്നെ പണ്ടൊക്കെ പേഴ്സിൽ ക്യാഷ് വെച്ച് നടന്നിരുന്ന ആൾക്കാര് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ മതി. ഏത് കടയിൽ പോയാലും എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും ഗൂഗിൾ പേ അല്ലെങ്കിൽ അതേപോലെയുള്ള ഓൺലൈൻ പേയ്മെന്റ് സ്കീമുകൾ, നമ്മുടെ ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കും. അവ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ബാങ്കുകളുടെ തന്നെ ഡയറക്റ്റ് ആപ്പുകൾ ഉണ്ടായിരിക്കും. അവ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള പേപ്പർ ഫ്രീ കറൻസി, ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അപ്പൊ കസ്റ്റമേഴ്സിന് അവരുടെ സൗകര്യത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഈ ഇ കൊമേഴ്സ്, ഇലക്ട്രോണിക് കൊമേഴ്സിന്റെ ഡെവലപ്മെന്റും ഡിജിറ്റൽ യുഗവും നമ്മുടെ ബിസിനസ് മേഖലയിൽ ഇവിടെ വന്നപ്പോൾ നമ്മുടെ റീറ്റെയിലിംഗിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റീസെന്റ് ട്രെൻഡ്സിൽ ആദ്യം പറയുന്നത് ഗ്രോവിംഗ് ഇൻകം ആണ്. ആളുകളുടെ ഡിസ്പോസിബിൾ ഇൻകത്തിൽ ഉണ്ടായ മാറ്റം, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഓൺലൈൻ സ്പെൻഡിങ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില പ്രോഡക്റ്റ് കാണുമ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഒന്നാണ് ഞാൻ ഇതുവരെ നോക്കി നടന്നിരുന്നത്, നമുക്ക് ഓർഡർ ചെയ്യാം, റീസണബിൾ റേറ്റ് ആണ്, ഓർഡർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എവിടെയും പോകണ്ട. പണ്ടൊക്കെ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ കടയിൽ പോയി അവിടെ തിരക്കിന്റെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്ത് ബില്ലാക്കാൻ വരി നിന്നൊക്കെ പ്രോഡക്റ്റ് വേണം. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്യാഷ് ഓൺ ഡെലിവറി, ഫ്രീ ഓൺ ഡോട്ട് ഡെലിവറി, അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ്, ഗൂഗിൾ പേ മെത്തേഡ്, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഓൺലൈൻ സ്പെൻഡിങ് വളരെയധികം വർദ്ധിച്ചു വരാണ്. അതിൻ്റെയൊക്കെ ഒരു ഏകദേശ കണക്കുകൾ ഇപ്പോൾ ന്യൂമറിക്കൽ ഡാറ്റ വെച്ചിട്ടുള്ള ഒരു ടേബിള് നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കാം. ഓരോ വർഷവും ഗ്രോയിങ് ഇൻകം എന്നൊക്കെ പറയുമ്പോൾ ഓരോ വർഷം മുതൽ ഓരോ വർഷം വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളൊക്കെ അതിലൊരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ദെൻ ഓൺലൈൻ സ്പെൻഡിങ്ങിന് പുറമെ വേറെ എന്താ പറയുന്നത്? ഗ്രോത്ത് ഓഫ് റൂറൽ കൺസംഷൻ. പണ്ടൊക്കെ നാട്ടുപുറങ്ങളിൽ അവനവന്റെ വീടും ഒരു ചെറിയ നാലുപുറമുള്ള കുറച്ച് സ്ഥലം ഉണ്ടാവും. അവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറികളോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ അങ്ങനെയാണോ? ഏത് ഗ്രാമത്തിലുള്ള കുട്ടികൾക്കും അറിയുന്നുണ്ടാവും സ്വിഗ്ഗി വഴിയും സൊമാറ്റോ വഴിയും ഒക്കെ ഓർഡർ ചെയ്യാൻ. അതേപോലെ തന്നെ വെൻഡിങ് മെഷീനുകളൊക്കെ ഇപ്പൊ എല്ലായിടത്തും സുപരിചിതമാണ്. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ടൗണിലാണ് ഇങ്ങനെ ക്യാഷ് ഇട്ടാൽ പ്രോഡക്റ്റ് വരുന്ന മെഷീനൊക്കെ ഉള്ളൂ. ഇന്ന് അതൊക്കെ ഏത് നാട്ടിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് കിട്ടുന്ന സർവീസുകൾ, നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ച് നമ്മുടെ അഡ്രസ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുന്നിൽ എത്തിച്ചു തരും, ഏത് റിമോട്ട് ഏരിയയിലാണെങ്കിലും. അപ്പോൾ റൂറൽ ഏരിയയിലുള്ള കൺസംഷൻ പാറ്റേണിലൊക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്നത് യങ് മില്ലനിയൽ ഹൗസ് ഹോൾഡ്. ലിബറലൈസ്ഡ് എക്കോണമിയിലേക്ക് ജനിച്ചു വീണ ഒരുപാട് വീട്ടമ്മമാരും വീട്ടിലുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അവർക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വന്ന മാറ്റം, ബിസിനസ് മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് വരുത്താൻ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടിക്ക് കഴിയുന്നുണ്ടായിരിക്കും, ഒരു മൊബൈൽ ഫോൺ മതി. അപ്പൊ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ പോളിസികളിൽ ഉണ്ടായ ഉദാരവൽക്കരണങ്ങൾ, ഇവയെല്ലാം റീറ്റെയിൽ ട്രെൻഡുകളെ മാറ്റിമറിച്ചിട്ടുണ്ട്. ദെൻ വേറൊരു പോയിന്റ് ആയിട്ട് പറയുന്നത് ഓർഗാനിക് ഗ്രോത്ത് ആണ്. ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഓർഗാനിക് ബിസിനസ്, പല എത്ര വില കൂടിയ പ്രൊഡക്റ്റ് ആണെങ്കിലും ഓർഗാനിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കും. നമ്മുടെ ഒരു വിശ്വാസം അല്ലെ, ജൈവ ഉൽപ്പന്നങ്ങൾക്കും രാസവളങ്ങളോ അല്ലെങ്കിൽ കൃത്രിമ മെത്തേഡുകളോ ഒന്നും ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്കൊക്കെ ക്വാളിറ്റിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മേന്മയുണ്ട്. അപ്പൊ ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു റീസെന്റ് ആയിട്ട് റീറ്റെയിൽ മേഖലയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് മാൾ മാനേജ്മെന്റ്.
പണ്ടൊക്കെ റീറ്റെയിലർ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കട ഓർഗനൈസ് ചെയ്യാണ് ചെയ്തിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, വലിയ വലിയ മാളുകള് അതിന്റെ മാനേജ്മെന്റ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് മാള് സെറ്റ് ചെയ്ത് വെക്കും. റീറ്റെയിലർക്ക് ഏത് ഷോറൂമിന് ആവശ്യമായിട്ടുള്ള ഏത് റൂം വേണം അല്ലെങ്കിൽ ഏത് ഫ്ലോർ വേണം എന്ന് ചെന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ മാൾ സെറ്റേഴ്സും റീറ്റെയിലേഴ്സും എല്ലാം ഇന്നത്തെ സമൂഹത്തില് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഇക്കോണമിയില് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ നാടിനും നേടിക്കൊടുക്കുന്നുണ്ട്, കൺസ്യൂമേഴ്സിന് നൽകുന്നുണ്ട്. അതോടൊപ്പം ബിസിനസ്സുകാര എന്നുള്ള രീതിയിൽ അവർക്കും ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ റീറ്റെയിലിംഗിൽ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും വേൾഡ് ലെവലിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് വേറൊരു ട്രെൻഡാണ്. കൃത്യമായി നല്ല ഷോപ്പുകളും ബ്രാഞ്ചുകളും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ ഇതില് DLF മാളിന്റെ ഒക്കെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. DLF മാൾസ് അവരുടെ ഓരോ രീതിയിലുള്ള ബിസിനസ് പ്ലാനുകള്, അവരുടെ സ്പേസില്, അവരുടെ ഷോറൂമുകളുടെ ഡെവലപ്മെന്റിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ സ്പെൻസർ പ്ലാസ ഷോപ്പിംഗ് മാൾ, അന്നാശാല എന്ന് പറയുന്ന ചെന്നൈയിലുള്ള ഷോപ്പിംഗ് മാൾ, അത് ആ സിറ്റിയുടെ ഒരു ലാൻഡ് മാർക്കാണ്. ദെൻ ഒരു ലീഡർ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ റീറ്റെയിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു റീറ്റെയിലർ ആണ് സുഭിക്ഷ എന്ന് പറയുന്ന ടീം. അപ്പൊ അങ്ങനെ ഓരോ രീതിയിലുള്ള ലോങ് ടേം സക്സസ് ഉള്ള റീറ്റെയിലേഴ്സ് നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അപ്പൊ നല്ലൊരു ഓർഗനൈസ്ഡ് സെക്ടർ ആണ് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും. റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബിസിനസ് അല്ല, കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ആളുകള് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ എമർജിംഗ് ഫോർമാറ്റ്സ് ആണ് 24x7 കൺവീനിയൻസ് മാൾ, 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കട. കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് ആണ്, അവര് നന്നായി അതില് അത്തരം ആശയങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. അപ്പൊ പകല് മുഴുവൻ ജോലി ചെയ്ത് ക്ഷണിച്ച ആളുകളാണെങ്കിൽ അവർക്ക് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് പോയി ഷോപ്പിംഗ് നടത്തി വരാം, ഹോളിഡേയുടെ തലേ ദിവസമൊക്കെ. അപ്പൊ അങ്ങനെ കൺസ്യൂമേഴ്സിന് പ്രാധാന്യം നൽകുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആശയത്തിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ കാരണം നമ്മുടെ റീറ്റെയിലിംഗ് മേഖലയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗ്ലോബൽ ലെവലിലാണെങ്കിലും ഇന്ത്യൻ ലെവലിലാണെങ്കിലും. ഗ്ലോബൽ ലെവലിൽ എന്ന് പറയുമ്പോൾ ഓരോ പുതിയ ഫാഷനുകൾ, ഇപ്പൊ നമ്മുടെ റീറ്റെയിൽ സെക്ടറിന്റെ ടോപ്പ് ഗ്ലോബൽ റീറ്റെയിലേഴ്സിനെ ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടില്ല. വാൾമാർട്ട് ഇൻകോർപ്പറേഷൻ, Amazon.com ഇൻകോർപ്പറേഷൻ, അങ്ങനെ ഓരോന്നും അവരെത്രമാത്രം കൺട്രീസിനെയാണ് കവർ ചെയ്യുന്നത്, അവരെവിടെ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അങ്ങനെ റീറ്റെയിലേഴ്സിനെ കുറിച്ച് നമ്മൾ നെറ്റ് നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി എത്രയോ രാജ്യങ്ങൾ കവർ ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ഉണ്ട്. പിന്നെ വേൾഡ് ലെവലിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് പഴയ ബ്രാൻഡുകളെ അക്വയർ ചെയ്യാം. ഇപ്പൊ കെൽവിനേറ്റർ അങ്ങനെയൊക്കെ പറയുന്ന ബ്രാൻഡുകളെയൊക്കെ ഓരോ കമ്പനികള് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ BPL ഒക്കെ നമ്മുടെ റിലയൻസുകാരോ അങ്ങനെ ഏതൊക്കെയോ ആളുകൾ ഏറ്റെടുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ കമ്പനികളും ഇപ്പൊ ജപ്പാനിലാണെങ്കിലും ജപ്പാനിലുള്ള ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം പറയുന്നുണ്ട്. അതില് ഫുഡ് പ്രോഡക്ട്സ് കവർ ചെയ്യുന്നത് എത്രയാണ്, നോൺ ഫുഡ് പ്രോഡക്ട്സിന്റെ പെർസെൻറ്റേജ് എത്രയാണ്, അങ്ങനെ മൊത്തത്തിൽ റീറ്റെയിൽ ഷോറൂമുകളെ കുറിച്ച് അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ് നടത്തുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഈ റീസെന്റ് ട്രെൻഡ് എന്ന് പറയുന്നതിലും ഗ്ലോബൽ ട്രെൻഡിലും ഇന്ത്യൻ ട്രെൻഡിലും ഒക്കെ നോക്കുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ ട്രെൻഡില് ഓരോ ഫാഷനുകൾ അപ്ലൈ ചെയ്യുമ്പോഴും അത് ഓരോ നാട്ടിലെത്തുമ്പോൾ അവർ അതിന് ചെറിയ ചില ചേഞ്ചസ് ഒക്കെ വരുത്തും. ഇപ്പൊ ഒരു ബർഗർ കമ്പനിയുടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ അവർ നൽകുന്ന ബർഗർ പോലെ ആയിരിക്കില്ല ഇന്ത്യയിൽ. നവരാത്രി കാലങ്ങളൊക്കെ വരുമ്പോൾ താലി, വലിയൊരു പ്ലേറ്റിൽ ഒരുപാട് വിഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള നവരാത്രി താലി സ്പെഷ്യൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. വെജിറ്റേറിയൻ ഫുഡിനാണ് അപ്പോൾ പ്രാധാന്യം. അതേപോലെ ആലു, ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയില് ആ രീതിയിൽ. അപ്പൊ വെജിറ്റേറിയൻ വേണ്ട സ്ഥലത്ത് അവരെന്ത് ചെയ്യും, അവരുടെ മെയിൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് ആക്സെപ്റ്റബിൾ ആയ സ്ഥലത്ത് മാത്രമേ അവർ ഓഫർ ചെയ്യൂ. അപ്പൊ റീറ്റെയിൽ ബിസിനസ്
ഇന്ന് വളരെയധികം പ്രോഗ്രസീവായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലയാണ്. ദെൻ ഇന്ത്യയിലുള്ള എമർജിംഗ് റീറ്റെയിൽ ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വളരെയധികം ഇൻവെസ്റ്റ്മെന്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് ആണുള്ളത്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ. ഇപ്പൊ നമ്മുടെ LPG പോളിസി ഒക്കെ വന്നതിന് ശേഷം ചില മേഖലകളിലൊക്കെ 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് അത്തരം മേഖലകളിൽ ഫോറിനേഴ്സിന് മുഴുവനും അവരുടെ ഓണർഷിപ്പിലായിരിക്കും. 100% ഇൻവെസ്റ്റ്മെന്റ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എല്ലാ സെക്ടറിലും ഇല്ല, ചില മേഖലകളിൽ നമ്മുടെ ഗവൺമെന്റ് അവർക്ക് നൽകാറുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലും ഓൺലൈൻ ഷോപ്പിംഗ് ഫെസിലിറ്റീസ് കൂടി കൊണ്ടുവരുന്നു, ഡിജിറ്റലൈസേഷൻ പൂർണ്ണമായി നടപ്പിലാക്കി കൊണ്ടുവന്നു. ഏത് ആളുകൾക്കും മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ റിലയൻസ്, ബിഗ് ബസാർ അങ്ങനെയുള്ള ഒരുപാട് റീറ്റെയിലേഴ്സ് നമ്മുടെ ഇന്ത്യയെ ഇപ്പോൾ ഒരു നല്ല ബിസിനസ് സെന്ററായി സെലക്ട് ചെയ്യാറുണ്ട്. അതിലൊരു ഒരു ചാർട്ട് പോലെ ഒരു സൈക്ലിക് ഷേപ്പിൽ ഒരു ചാർട്ടിൽ പറയുന്നുണ്ട് 69% ഡൊമസ്റ്റിക് ഫീൽഡില്, അതേപോലെ ഓരോ പെർസെൻറ്റേജ് ഓരോ മേഖലകളിൽ നമ്മുടെ റീറ്റെയിൽ ബിസിനസ് എത്രമാത്രം റീറ്റെയിലേഴ്സ് അത്രയും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടത് ഉള്ള കാര്യം ഒരു ചാർട്ടായിട്ട് പറയുന്നുണ്ട്. അത് മിക്കവാറും എല്ലാ കമ്പനികളും ഒന്നും ഇന്ത്യൻ കമ്പനികളായിരിക്കില്ല, വിദേശ കമ്പനികളായിരിക്കും. അപ്പൊ നമ്മുടെ കൺസ്യൂമേഴ്സിനെ ഇപ്പൊ നമ്മൾ ഇന്ത്യൻ കമ്പനി നോക്കിയിട്ടൊന്നല്ല വാങ്ങിക്കുന്നത്, നമ്മുടെ നീഡ്സ് ആൻഡ് വാൻസിന് സ്യൂട്ടായ പ്രൊഡക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നു. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റീറ്റെയിലേഴ്സിന്റെ ഗ്രോത്ത് ആണ്. അതിന് ഏറ്റവും ആദ്യമായി പറയുന്നത് ഇത്രയും റീറ്റെയിൽ ബിസിനസിന് വളർച്ച ഉണ്ടാവാൻ എന്തെല്ലാം ഘടകങ്ങളാണ് അഫക്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ആദ്യമായി ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കും. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വികസനം ഉണ്ടാവും, ഒരുപാട് പുതിയ ബിസിനസ് സാധ്യതകൾ വരും. ഇവയെല്ലാം റീറ്റെയിലിങ്ങിനെയും അഫക്ട് ചെയ്യും. ദെൻ രണ്ടാമതായി പറയുന്നത് ചേഞ്ചിങ് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ആണ്. ജനസംഖ്യാപരമായി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന അവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ്, അവരുടെ കൺസംഷൻ പാറ്റേണിൽ ഉണ്ടാകുന്ന വർധനവ്, അവയെല്ലാം റീറ്റെയിലേഴ്സിനെ സഹായിക്കുന്നുണ്ട്. ദെൻ ഇൻക്രീസ് ഡിസ്പോസബിൾ ഇൻകം. ഇത് ഈ ഫസ്റ്റ് പോയിന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ കഴിയും. ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ വ്യക്തികളുടെ വരുമാനത്തിന്റെ അളവ് കൂടും. നമ്മൾക്ക് ഉണ്ടാകുന്ന വരുമാനം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺസംഷൻ പാറ്റേൺ, നമ്മുടെ ജീവിത നിലവാരം വ്യത്യാസപ്പെടും, നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ റേഞ്ചിൽ വ്യത്യാസം വരും. ഇവയെല്ലാം റീറ്റെയിൽ ബിസിനസിന്റെ ഗ്രോത്തിന് കാരണമാവുന്നുണ്ട്. ദെൻ അർബനൈസേഷനും ചേഞ്ചിങ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും. അർബനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരവൽക്കരണം. പണ്ടൊക്കെ പല ഗ്രാമങ്ങളിലേക്ക് നടന്നു പോകാനുള്ള വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഓരോ വീടിന്റെ മുന്നിലും വണ്ടി എത്തുന്ന സൗകര്യമുണ്ട്. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഈസിയാണ്. നമ്മുടെ അഡ്രസ്സ് ഗൂഗിൾ മാപ്പിൽ വെച്ച് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കമ്പനിക്കാർക്കും നമ്മുടെ അഡ്രസ്സിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പൊ നഗരവൽക്കരണം കൊണ്ട് റീറ്റെയിൽ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ദെൻ കൺസ്യൂമേഴ്സിന് ടേസ്റ്റിലും പ്രിഫറൻസിലും വരുന്ന മാറ്റം. അപ്പൊ നമ്മൾ ഇന്നൊരു മൊബൈൽ ഫോൺ വാങ്ങി എന്ന് വിചാരിക്കാം, ഒരു 6 മാസം കഴിയുമ്പോൾ പുതിയ ഫീച്ചേഴ്സുമായിട്ട് ഇതേ വിലയ്ക്ക് തന്നെ വേറെ നല്ലൊരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങിക്കും. അപ്പൊ ഈ പഴയത് വേണ്ട. നമ്മുടെ സ്റ്റാറ്റസ് നിലനിർത്താനാവാം, ആവശ്യങ്ങൾക്ക് വേണ്ടിയാവാം, എങ്ങനെയാണെങ്കിലും കസ്റ്റമേഴ്സ് അവരുടെ ഡിമാൻഡിങ്ങിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതും റീറ്റെയിൽ ബിസിനസിന്റെ വളർച്ചയ്ക്ക് സഹായകമാകും. ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ചാലഞ്ചസ് ഫോർ റീറ്റെയിലേഴ്സ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് വലിയ കമ്പനികൾ റീറ്റെയിൽ ബിസിനസ് രംഗത്തുണ്ട്, കോടികൾ സമ്പാദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ കൂടെ തന്നെ വളരെ ചെറിയ ബിസിനസ്, വോള്യൂം ഓഫ് ബിസിനസ് ഉള്ള ചെറുകിട റീറ്റെയിലേഴ്സും ഉണ്ട്. അപ്പൊ ഈ റീറ്റെയിലേഴ്സ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് ലാക്ക് ഓഫ് ടെക്നോളജി അഡോപ്ഷൻ. ഒരുപാട് ആധുനിക സാങ്കേതിക വിദ്യകൾ അവൈലബിൾ ആണെങ്കിലും പലപ്പോഴും അതൊന്നും അഫോർഡബിൾ ആയിരിക്കില്ല. വളരെ ചെറിയ കച്ചവടക്കാരെ സംബന്ധിച്ച് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആവശ്യമുള്ളതായിരിക്കും. അപ്പൊ അത്തരം സാങ്കേതിക വിദ്യകളുടെ പോരായ്മ അല്ലെങ്കിൽ അവ ലഭ്യമല്ലാതിരിക്കുന്നത് ഒരു ചാലഞ്ചാണ്. ദെൻ രണ്ടാമതായി പറയുന്നത് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്സ്. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ. ഇപ്പൊ ഏത് റൂറൽ ഏരിയയിലും എത്തിച്ചേരും
എവിടെ വേണമെങ്കിൽ പ്രോഡക്റ്റ് എത്തിക്കും എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത്രയും ട്രാൻസ്പോർട്ടേഷൻ നമ്മൾക്ക് സഹിക്കാൻ കഴിയണം. അപ്പൊ ചെറുകിട റീറ്റെയിലേഴ്സ് ആണെങ്കിൽ അവര് ഏറ്റവും നിയർ ബൈ ഹോൾസെയിലേഴ്സിൽ നിന്നായിരിക്കും പ്രോഡക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പൊ പലപ്പോഴും അത് കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നതായിക്കൊള്ളണം എന്നില്ല. അതും ഒരു പ്രോബ്ലം ആണ്. ദെൻ സ്കേഴ്സിറ്റി ഓഫ് സ്കിൽഡ് സ്റ്റാഫ്. റീറ്റെയിൽ ബിസിനസിന്റെ ഏറ്റവും വലിയ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവരുടെ സ്റ്റാഫാണ്. കൺസ്യൂമേഴ്സുമായി ഡയറക്റ്റ് ഇന്ററാക്ഷൻ നടത്തുന്ന സ്റ്റാഫ്. അപ്പൊ ആ സ്റ്റാഫ് നല്ല വൈദഗ്ധ്യമുള്ളവരല്ലെങ്കിൽ റീറ്റെയിലർക്ക് അദ്ദേഹം വിചാരിച്ച രീതിയിലുള്ള ബിസിനസ് പ്രോഗ്രസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദെൻ അടുത്തതായി പറയുന്നത് ഫ്രോഡാണ്. റീറ്റെയിൽ മാനേജ്മെന്റുമായി അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പലതരത്തിലുള്ള ഫ്രോഡുകൾ പലപ്പോഴും സ്റ്റാഫിന്റെ അടുത്തു നിന്നായിരിക്കാം, കൺസ്യൂമേഴ്സിന്റെ അടുത്തു നിന്നായിരിക്കാം, പ്രോഡക്റ്റിന്റെ ഷ്രിങ്കേജ് ആയിരിക്കാം, സ്റ്റോക്കിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളാവാം. പല രീതിയിലും പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ റീറ്റെയിൽ ബിസിനസ്സിലുണ്ട്. അപ്പൊ ആ ചതി അല്ലെങ്കിൽ ആ ഒരു ഫ്രോഡിന്റെ എലമെന്റും ഒരു ചാലഞ്ചാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻസഫിഷ്യന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. ഏതോ ഡിസ്റ്റന്റ് പ്ലേസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്രോഡക്റ്റ് നമ്മുടെ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ എത്തണമെങ്കിൽ സപ്ലൈ ചെയിൻ വേണം, വിതരണ ശൃംഖല എന്തായാലും വേണം. അത് പ്രോപ്പറായി മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ, കോസ്റ്റും ബെനിഫിറ്റും വെച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഇൻസഫിഷ്യൻസിയും റീറ്റെയിലിംഗ് ബിസിനസിനെ അഫക്ട് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് പ്രൈസ് വാർ ബിറ്റ്വീൻ റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിന്റെ ഇടയിൽ തന്നെ നിലനിൽക്കുന്ന പ്രൈസ് വാരിയേഷൻസ്. ചില റീറ്റെയിലേഴ്സ് അവർക്ക് അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റും പ്രോഫിറ്റും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവര് ഒരു അത്യാവശ്യം റീസണബിൾ റേറ്റിനേക്കാൾ കുറച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ കൊടുക്കാൻ അതേപോലെയുള്ള തൊട്ടടുത്ത കോമ്പറ്റേറ്റർക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ കൺസ്യൂമേഴ്സ് രണ്ട് കടയിലേക്കും വരുന്നതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ റീറ്റെയിലേഴ്സിന്റെ ഇടയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രൈസ് വാർ എന്ന് പറയുന്നത്. ദെൻ വേറൊരു പോയിന്റ് ആയിട്ട് പറയുന്നത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണ്. സാംസ്കാരികപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ. ഒരു പ്രദേശത്തുള്ള കൾച്ചർ ആയിരിക്കില്ല വേറൊരു പ്രദേശത്ത്. ഒരു മതത്തിന്റെ ഇടയിലുള്ള സ്വഭാവ രീതികളായിരിക്കില്ല വേറൊരു മതം ഫോളോ ചെയ്യുന്നവർക്ക്. ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് വരെ നമ്മുടെ കൺസ്യൂമർ പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുന്നതിൽ കസ്റ്റമേഴ്സിന് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവയെല്ലാം നമ്മുടെ ബിസിനസ് വോള്യത്തിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ ചാലഞ്ചസിൽ വരുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് ടാക്സ് കംപ്ലയൻസ്. നികുതി അടയ്ക്കുന്ന കാര്യം. റീറ്റെയിൽ ബിസിനസ് വളരെ ചെറിയ വോള്യം ബിസിനസ് ആണ് നമ്മൾ പറയും സാധാരണക്കാരായ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വലിയ രീതിയിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് കോടികളുടെ ബിസിനസ് നടത്തുന്ന റീറ്റെയിലേഴ്സും ഉണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ ടാക്സ് പോളിസികൾ പലപ്പോഴും റീറ്റെയിലേഴ്സിന്റെ ബിസിനസിനെ അഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വിദേശത്തു നിന്ന് പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാറുണ്ട്, നമ്മുടെ പ്രോഡക്ട്സ് കയറ്റുമതി ചെയ്യാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ വരുന്ന നികുതി നിരക്കുകൾ റീറ്റെയിലറുടെ ബിസിനസിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഈ ഫസ്റ്റ് യൂണിറ്റില് റീറ്റെയിൽ സിനാരിയോ എന്ന് പറയുന്ന ഈ യൂണിറ്റില് എന്താണ് റീറ്റെയിലിംഗ്, റീറ്റെയിലറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹം റീറ്റെയിലിംഗ് ബിസിനസ് കൊണ്ട് നമ്മുടെ നാടിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, റീറ്റെയിലേഴ്സ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, റീസെന്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ.